IT രീതിയിൽ പോകുന്നതായിരിക്കും ഇഷ്ടം. ഐ മീൻ ന്യൂട്രീഷൻ്റെ IT അല്ലെന്ന് ഉദ്ദേശിച്ചാൽ IT എഞ്ചിനീയറിംഗിൽ ആ കോർപ്പറേറ്റ് ജോബ് ചെയ്യാനായിരിക്കും ചിലവർക്ക് കംഫർട്ടബിൾ. മെഡിക്കലിലോട്ട് വരുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഡിഫറെൻ്റ് ആണ്, ആൾക്കാർ ഡിഫറെൻ്റ് ആണ്, നമ്മുടെ പേഴ്സണാലിറ്റി മാറുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം നമ്മളൊരു കൗൺസിലിംഗ് ആ രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിന് ബേസിക്കലി ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ കുറച്ചുകൂടി നല്ലതാണ്. ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനും നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനൊക്കെ നല്ലതാണ്. ബട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ക്ലിനിക്കൽ ഹോസ്പിറ്റലായിട്ട് ഇഷ്ടമാവുന്നു. ഇപ്പോൾ നേഴ്സ് ആൾക്കാരൊക്കെ അവരുടെ ലൈഫ് അങ്ങ് ത്യജിച്ച് നിൽക്കുന്ന ആൾക്കാരെ പോലെ ലൈക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് നഴ്സിംഗ് ചിലവർക്ക് ഇഷ്ടമുണ്ടായിട്ട് എടുക്കും, ചിലർക്ക് ഇഷ്ടമില്ലാണ്ടിട്ട് എടുക്കും. ഡയറ്റീഷ്യൻ നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് അതിൻ്റെതായ രീതികളുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരു വലിയ അതോറിറ്റീൻ്റെ താഴെ അല്ലെങ്കിൽ ഒരു ചീഫ് ഡയറ്റീഷ്യൻ്റെ താഴേക്ക് നിൽക്കുമ്പോൾ കുറച്ച് ഷോക്കായിട്ട് തോന്നുക. നമ്മൾ കുറച്ച് ഫ്രീലി സ്പേസ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജിം ഡയറ്റീഷ്യനായിട്ട് പോകുന്നതും കുറച്ച് ബെറ്റർ ആയിരിക്കും, കുറച്ചും കൂടി അപ്രോച്ചബിൾ ആയിരിക്കും, കുറച്ച് ബ്രീത്തബിൾ ആയിരിക്കും. അതല്ലാണ്ട് തനിയെ ചെയ്യാൻ നമ്മളെന്താ പറയുക ഫ്രീലാൻസ് ചെയ്യുന്നതും കുറച്ചും കൂടി ബ്രീത്തബിൾ ആയിരിക്കും. നമുക്ക് ഈ കോഴ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് MSc വരെ പോകണം എന്നില്ല. സാലറി ഹൈക്ക്, പിന്നെ നോളജ്, പിന്നെ നല്ലൊരു ബെസ്റ്റ് പൊസിഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് MSc നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ബേസിക്കലി പറഞ്ഞു വരുന്നത് ക്ലിനിക്കൽസ് പോകുമ്പോൾ ഒരു ഹോസ്പിറ്റലാണെന്നുള്ളൊരു ബോധം വേണം. നമുക്ക് ഇഷ്ടമുണ്ടാക്കി പോകേണ്ടതല്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്കൊരു മടുപ്പ് വരും ഹോസ്പിറ്റലാകുമ്പോഴത്തേക്കും. കമ്പാരിറ്റീവ്ലി ബാക്കി മെഡിക്കൽ കോഴ്സസിനെ വെച്ച് നോക്കുമ്പോൾ പഠിക്കാൻ ഈസിയാണ്, അണ്ടർസ്റ്റാൻഡബിളാണ്, നമുക്ക് ഇൻട്രസ്റ്റോടെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് സയൻറ്റിഫിക് ആണല്ലോ, ലൈക്ക് ഓരോ പ്രാവശ്യം പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്ത് നമ്മുടേതായ രീതിയിലുള്ള കഴിവ്, പിന്നെ നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ഈ ഒരു പരിപാടി ആകുമ്പോഴത്തേക്കും നമുക്ക് ട്രഡീഷണലായിട്ട് പണ്ടേ കൊടുത്തിരുന്ന സാധനം കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഇപ്പം എന്താണ് ഓൺഗോയിങ് പോയിക്കൊണ്ടിരിക്കണത് ആ രീതിയിൽ നമുക്ക് എപ്പോഴും നമ്മൾ റിസർച്ച് പരമായിട്ടും വായിച്ചും അപ്ഡേറ്റഡ് ആയിട്ടും അങ്ങനത്തെ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള കോഴ്സാണ്. നമുക്ക് സ്കോപ്പ് വേറെ രീതിയിലുണ്ട്, ലൈക്ക് ഇൻഡസ്ട്രി പരമായിട്ട് പോകാം, ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ പരമായിട്ട് പോകാം. ഞാൻ ഈ MSc ക്ലിനിക്കൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ മെയിൻലി പറയണേ. ലൈക്ക് ഹോസ്പിറ്റലാണ്, അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ പിടിക്കണം, ആ അറ്റ്മോസ്ഫിയറായിട്ട് നമുക്ക് സെറ്റായി പോകുമെന്നുള്ളതൊരു കാരണമാണ്. പിന്നെ PG ആണ്, യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു കോളേജ് എക്സ്പീരിയൻസിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ പഠിത്തം പരിപാടിയൊക്കെ ആയിരിക്കും. റെക്കോർഡ്, ക്ലിനിക്കൽ റൗണ്ട്സ്, ടീച്ചേഴ്സിൻ്റെ വായിലിരിക്കണമെങ്കിൽ ആ പരിപാടിയൊക്കെ തന്നെ ആയിരിക്കും. കംപ്ലീറ്റ്ലി പഠിത്തമാണ് നമുക്ക്. പിന്നെ നല്ല ഫ്രണ്ട്സ്, അങ്ങനത്തെ പരിപാടി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹാപ്പി ആയിട്ടും. ഫെസ്റ്റൊക്കെ ഉള്ള കോളേജ് ആണെങ്കിൽ, പക്ഷേ കമ്പാരിറ്റീവ്ലി മെഡിക്കൽ ഇതിൽ ഏതൊക്കെയാണെങ്കിലും